ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത മുരാരി ബാബുവിനെ നവംബർ 10 വരെയും സുധീഷ് കുമാറിനെ 12 വരെയും കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത മുൻ തിരുവാഭരണം കമ്മീഷണർ എസ് ബൈജുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു കട്ടിളപ്പാളികൾ കൈമാറിയ കേസിലെ 5-ാം പ്രതിയും ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലെ 2-ാം പ്രതിയുമാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലെ 3-ാം പ്രതിയും കട്ടിളപ്പാളി കേസിലെ 5-ാം പ്രതിയുമാണ്. സ്വർണ്ണക്കൊള്ള കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ച നിർണായക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഒന്നിച്ച് സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമ്പോൾ ഉന്നത നേതാക്കളടക്കമുള്ളവരുടെ മനസ്സും ഹൃദയവും പിടയുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും കൈകാര്യം ചെയ്ത ഉന്നതരുടെ അറിവും സമ്മതവും ഇല്ലാതെ ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ള നടത്താൻ ശബരിമലയിൽ കഴിയില്ല എന്ന് തന്നെയാണ് അന്വേഷണത്തിൽ ലഭ്യമായിരിക്കുന്ന കൃത്യമായ വിവരം. മോഷണം മുതൽ പങ്കുവച്ചു കിട്ടിയ പണം കൈക്കലാക്കിയ ഉന്നതരെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട്. CPMന്റെ മാനസപുത്രന്മാർ അടക്കമുള്ളവർ ഈ ലിസ്റ്റിലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. മുൻ ദേവസ്വം പ്രസിഡന്റ് കൂടിയായ CPMന്റെ സ്വന്തക്കാരിൽ ഒരാളായ N വാസു കൂടി അന്വേഷണ സംഘത്തിന്റെ വലയ്ക്കുള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. വാസുവിന്റെ അറസ്റ്റോടുകൂടി ഉന്നതരുടെ അറസ്റ്റ് നടപടികൾ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. സർക്കാരിന്റെയും CPMന്റെയും ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പല ഉന്നതരുടെയും കൈകളിൽ കയ്യാമം വീഴുമെന്നതിൽ തർക്കമില്ല. അതേസമയം 2023 കോടതി ഉത്തരവ് ശബരിമലയിൽ ദേവസ്വം ബോർഡ് ലംഘിച്ചു എന്നുകൂടി ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ശബരിമല ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനിക്കുന്നതിന് മുൻപ് ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കണം. അറ്റകുറ്റപ്പണി ആവശ്യമുണ്ടോ എന്ന് സ്പെഷ്യൽ കമ്മീഷണർ പരിശോധിക്കണം. ആവശ്യമെന്ന് ബോധ്യപ്പെട്ടാൽ ഹൈക്കോടതിയെ അറിയിച്ച് അനുമതി വാങ്ങണം. പണികൾ സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തണം. ഇതായിരുന്നു ആ ഉത്തരവ്. എന്നാൽ ഈ ഉത്തരവ് പാലിക്കാതെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പ്രവർത്തിച്ചതെന്നാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരം. 2022 ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിലെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും അറ്റകുറ്റപ്പണികൾക്ക് പുറത്തു കൊണ്ടുപോയത് അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ വിലപിടിച്ച ഉരുപ്പടികളുടെ അറ്റകുറ്റപ്പണികൾ ക്ഷേത്ര സങ്കേതത്തിൽ വെച്ച് തന്നെ ചെയ്യണമെന്ന് 1950 ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരമുള്ള ദേവസ്വം മാനുവലിലും പറയുന്നുണ്ട്. കോടതി വിധി പോലും നഗ്നമായി ലംഘിച്ചുകൊണ്ട് ശബരിമലയിൽ പല തീരുമാനങ്ങളും എടുത്തത് എന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. അതേസമയം CPM നേരിട്ട് നിയോഗിച്ച ദേവസ്വം പ്രസിഡന്റുമാരായ N വാസു, A പത്മകുമാർ, PS പ്രശാന്ത് എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. കോടതി വിധി പോലും നഗ്നമായി ലംഘിച്ചുകൊണ്ട് ശബരിമലയിൽ പല തീരുമാനങ്ങളും എടുത്തതെന്ന് ഇതോടെ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. അതേസമയം CPM നേരിട്ട് നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ N വാസു, A പത്മകുമാർ, PS പ്രശാന്ത് എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാളെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് കൊണ്ടുവരാൻ സർക്കാരും CPMഉം നിർബന്ധിതരായത്. വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രതയുണ്ടാകുമെന്നാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് K ജയകുമാർ വ്യക്തമാക്കിയത്. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോവുകയും ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് നടപടികൾ ഉണ്ടാവുകയും ചെയ്താൽ പല പ്രമുഖരും ജയിലിൽ പോകുമെന്നതിൽ തർക്കമില്ല.